പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഏറെ സന്തോഷത്തോടുകൂടി ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്, വളരെ സന്തോഷമുള്ള വാർത്ത. അത് റിപ്പോർട്ടറിന്റെ ബിഗ് ബ്രേക്കിംഗ് ആയി തന്നെ ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കാത്തിരിപ്പിന് വിരാമം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. കേരള സർക്കാരുമായി ചേർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിലെത്തിക്കുന്നത്. അപ്പോൾ നമുക്കതിന്റെ വിശദാംശങ്ങൾ അറിയണം, വിശേഷങ്ങൾ അറിയണം. ജയേഷ് പൂക്കോട്ടൂരും മനൂപ് ഷൺമുഖനുമാണ് ചേരുന്നത്. ജയേഷ്, അങ്ങനെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. കാൽപന്ത് കളിയുടെ വിശിഹ കേരളത്തിലേക്ക് എത്തുന്നു. റോഷ്നി, ജയേഷ് എൻ്റെ ഒപ്പം ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബിഗ് 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 ബ്രേക്കിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് റിപ്പോർട്ടറിൻ്റെ കേരള കായിക പ്രേമികൾക്കുള്ള വലിയ 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 ഓണസമ്മാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന, ഒരു വർഷമായി കാത്തിരുന്ന ആ പ്രഖ്യാപനം ആരിൽ നിന്നാണോ വരേണ്ടത് അത് വന്നിരിക്കുന്നു. ഇനി യാതൊരു സംശയങ്ങൾക്കും വേണ്ട, സംശയം വെക്കേണ്ട, ആശങ്ക വേണ്ട, ഒന്നും വേണ്ട. ഇതാ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം കേരളത്തിന്റെ മണ്ണിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കാലുകുത്താൻ പോകുന്നു. ആ മാന്ത്രിക പാതകങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ പോകുന്നു എന്നുള്ള വലിയ 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 വാർത്തയാണ് ഈ പുലർച്ചെ ഞങ്ങൾക്ക് നൽകാനുള്ളത്. എൻ്റെ ഒപ്പം ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നുണ്ട്. ജയേഷ് പറയും കാര്യങ്ങൾ. എപ്രകാരമായിരുന്നു ജയേഷ് നമ്മൾ കാത്തിരുന്ന പ്രഖ്യാപനം? ഏത് നിമിഷവും വരാമായിരുന്ന പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയാണ് മെസ്സിയും സംഘവും നമ്മളെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്? വിഖ്യാതമായ കമന്ററിയിലെ രണ്ടുവരി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. അടയാളപ്പെടുത്തുക കാലമേ ഇത്, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ദ സിംഹരാജാവ് എഴുന്നള്ളുന്നു, ദ ലയൺ ഹാസ് അറൈവ്ഡ്. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നലെ മുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ വഴി, ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും അറിയിച്ചില്ലല്ലോ എന്നുള്ളതായിരുന്നു പരാതി. ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നു. അർജന്റീന വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. നവംബറിലെ ഷെഡ്യൂളിലാണ് അർജന്റീന എത്തുന്നത്. 10 മുതൽ 18 വരെയുള്ള തീയതികളിൽ അങ്കോളയിലും കേരളം ഇന്ത്യയിലുമായിട്ട് എത്തുമെന്നുള്ളതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നവംബർ 10 മുതൽ 18 വരെയുള്ള തീയതികളിൽ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ 2.5 മാസം വെറും എണ്ണിയെടുക്കാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ലയണൽ മെസ്സിയും സംഘവും വരുന്നതിന്. അതിൽ എടുത്തു പറയേണ്ടത്, ആ ഫുട്ബോൾ അസോസിയേഷന്റെ കുറിപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ലയണൽ മെസ്സി നയിക്കുന്ന സംഘം ഇന്ത്യയിലെത്തും, ഇന്ന വേദികളിലെത്തുമെന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും നമ്മൾ വെച്ചു പുലർത്തേണ്ട. അക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലയണൽ മെസ്സിയും സംഘവും എത്തുന്നു എന്നുള്ളത് വേദിയായി കാര്യങ്ങളായിരിക്കുന്നു. ഇനിയിപ്പോൾ 2.5 മാസത്തെ കാത്തിപ്പ് മാത്രമല്ലേ? അത് കഴിഞ്ഞ് കൃത്യം 6 മാസം കഴിഞ്ഞാൽ തന്നെ അമേരിക്കയിൽ ലോകകപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ലോകകപ്പിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് മത്സരം എന്നുള്ള നിലയ്ക്ക് അർജന്റീന വളരെ സീരിയസ് ആയിട്ട് ഒരു സൗഹൃദ മത്സരത്തിനപ്പുറത്തേക്ക് ലോകകപ്പിന് മുമ്പുള്ള പ്രധാന തയ്യാറെടുപ്പ് മത്സരങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ നടക്കുന്നത്, റിപ്പോർട്ടർ നടത്തുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. അത് ആരാണ് എതിരാളികൾ എന്നുള്ള കാര്യത്തിൽ അത് നിശ്ചയിക്കത്തേയുള്ളൂ. അത് സമയക്രമം അനുസരിച്ച് അത് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ആ പ്രഖ്യാപനം കൂടി നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ ഒരു കാര്യം കൂടി ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. കാരണം അർജന്റീന കുപ്പായത്തിൽ ഒരുപക്ഷെ ലയണൽ മെസ്സി ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ സെപ്റ്റംബറിൽ നടക്കാനിരിക്കും. സെപ്റ്റംബർ 5-നും വെനസ്വേലയ്ക്കെതിരെ, സെപ്റ്റംബർ 10-ന് ഇക്വഡോറിനെതിരെ. ആ മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പിന് മുൻപായിട്ട് അർജന്റീനയുടെ മറ്റൊരു മത്സരം ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതും ഏറ്റവും വേഗത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത് കാണാവുന്ന തരത്തിലുള്ള ഒരു മത്സരം മറ്റൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നവംബർ 10 മുതൽ 18 എന്ന് പറയുന്നത് കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നാകെ കാത്തിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണല്ലേ? ഉറപ്പായിട്ടും. കഴിഞ്ഞ ഖത്തർ ലോകകപ്പോടുകൂടി ലയണൽ മെസ്സി വിരമിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ആ കിരീടം, കാത്തുനിന്ന കിരീടം ലയണൽ മെസ്സി അർജന്റീന നേടിയതോടുകൂടി അദ്ദേഹം വീണ്ടും ദേശീയ ടീമിൽ കളിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുണ്ട്. പക്ഷേ അപ്പോൾ പോലും പിന്നീടൊരു വേൾഡ് കപ്പിലേക്ക് വീണ്ടും ഒരു 4 വർഷത്തേക്ക് കൂടി മെസ്സി കളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ 38 വയസ്സായി. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കളിക്കുന്ന ഏറ്റവും മികച്ച ഫോമിലാണ്. കഴിഞ്ഞ ആഴ്ച MLS-ൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുമ്പോൾ മികച്ചൊരു ഗോൾ നേടി, അതായത് 2 ഡിഫൻഡേഴ്സിനെ വെട്ടിച്ച് ഗോൾ നേടി. ഒരു ബാക്ക് ഹീൽ, അതായത് സുവാരസ് അങ്ങോട്ടോ ഓടുന്നതെന്ന് പോലും നോക്കാതെ ഒരു അന്യായ ബാക്ക് ഹീൽ അസിസ്റ്റ് നേടി. അപ്പോൾ ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ പ്രൈമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ സ്കില്ലുകൾ, ആ മാജിക്കുകൾ നമുക്ക് കണ്ണുകൊണ്ട്
കൺമുന്നിൽ മലയാളികൾക്ക് കാണാമെന്നുള്ളൊരു വലിയ 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 സുവർണാവസരം തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ലോക മലയാളികൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വിമർശകർ ശക്തമായിട്ട് നമുക്കെതിരെ പരിഹാസം ചൊരിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത വർഷത്തേക്ക് അവർ ഒരു തീരുമാനം മാറ്റി വെച്ചേക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നിലനിൽക്കുമ്പോൾ ഇല്ല, മെസ്സി വരില്ല എന്ന തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘമുണ്ട്. അവർക്ക് കൂടിയുള്ള മറുപടിയാവുകയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അല്ലേ ജെയ്സ്? ഉറപ്പായിട്ടും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇത് തുടക്കം മുതൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ 2025 ഒക്ടോബറിൽ കൊണ്ടുവരുമെന്നുള്ളൊരു പ്രഖ്യാപനം 3 വർഷങ്ങൾക്ക് മുമ്പേ കായിക മന്ത്രി നടത്തിയിരുന്നു. അത് സ്പെയിനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ജേഴ്സി കൈമാറിക്കൊണ്ട് ഒരു ഫോട്ടോ എടുത്തത്. അപ്പോൾ മുതൽ തന്നെ വിമർശകർ കാര്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അർജന്റീനയെ കാണാൻ എന്തിനാ സ്പെയിനിൽ പോകുന്നത്, അത് ബ്യൂണസ് അയേഴ്സിൽ പോയാൽ പോരെ. സ്പെയിനിൽ വെച്ചിട്ടാണെങ്കിലും ബ്യൂണസ് അയേഴ്സിൽ വെച്ചിട്ടാണെങ്കിലും അർജന്റീന വരുമെന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു, ആ വാക്ക് നമ്മൾ പാലിക്കുകയാണ്. അതിനിപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം അർജന്റീന തന്നെ നടത്തിയെന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ല. അത്